ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. Two adjacent angles of a parallelogram have equal measurement. Find the measure of each of the angle of the parallelogram. ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസിന് ഈക്വൽ മെഷർമെൻ്റ് ആണ് എങ്കിൽ ആ പാരലോഗ്രാമിൻസിൻ്റെ ആംഗിൾസ് കാണണം. ഈക്വൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അതേപോലെ തന്നെ അഡ്ജസൻ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. അത് പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയാണ്. സം ഓഫ് ടു അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അഡ്ജസൻ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 180, 2x ഈക്വൽ ടു 180 വരും. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 180/2. 2 പുറം വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പുറം വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 180ന്റെ പകുതി 90 ആണ്. അപ്പോൾ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 90 ആയിരിക്കും. കാരണം എന്താ? അഡ്ജസൻ്റ് ആംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് നമ്മുടെ പാരലോഗ്രാം എങ്കിൽ ഇവിടെ 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്ജസൻ്റ് ആംഗിൾ ആയിട്ടുള്ള ഇവിടെ എത്രയാണ്? 90 ആണ്. 90ൻ്റെ ഓപ്പോസിറ്റ് 90. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആംഗിളും എന്തായിട്ട് കിട്ടും? 90 ആയിട്ട് കിട്ടും. എ പാരലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി ഇറ്റ്സ് എ റെക്ടാംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ആംഗിൾ 90 കിട്ടിയാൽ തന്നെ ഒരു റെക്ടാംഗിൾ ആണ്. ഫോർ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഫോർ ദിസ് പാരലോഗ്രാം ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിൾസും എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഓക്കെ.